ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സജി ചെറിയാൻ ഈ കുന്തം കുടച്ചക്രം വിഷയത്തിൽ രാജിവെക്കേണ്ടതില്ല, മന്ത്രിയായി തുടർന്നുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള പുതിയ അന്വേഷണത്തെ നേരിട്ടാൽ മതി എന്നതാണ് പാർട്ടിയുടെയും സർക്കാരിന്റെയും തീരുമാനം. എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഒരു കുറ്റത്തിന് രണ്ട് ശിക്ഷ എന്നുള്ളത് ഭരണഘടനാപരമായി തന്നെ അസ്വീകാര്യമായ ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ സജി ചെറിയാൻ ചെയ്തത് തെറ്റാണെങ്കിലും അല്ലെങ്കിലും അക്കാര്യത്തിലൊരു കോടതിയുടെ തീർപ്പുണ്ടാകുന്നതിന് മുൻപ് തന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ സമ്മർദ്ദം കണക്കിലെടുത്തുകൊണ്ടോ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിന്റെ ക്ലിയറൻസ് കോടതിയിൽ നിന്ന് കിട്ടിയതിനെ തുടർന്നാണ് അദ്ദേഹം മന്ത്രിയായി പുനഃസ്ഥാപിതനായത്. ഇപ്പോൾ വീണ്ടും അതിൽ സാങ്കേതികമായ പിഴവുകൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. വീണ്ടും അന്വേഷണം പറഞ്ഞിരിക്കുന്നു. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അതിന് പകരം കൂടെ ഒരു മന്ത്രി രാജിവെച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അതിലൊരു അപ്രായോഗികത മാത്രമല്ല, അതൊരു ശരിയായ കീഴ്വഴക്കവുമല്ല. അതുകൊണ്ട് ഭരണഘടനയെ സജി ചെറിയാൻ അവഹേളിച്ചോ ഇല്ലയോ എന്ന ചോദ്യമൊക്കെ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാകാൻ പോവുകയാണ്. അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെതായ ധാർമ്മികത അദ്ദേഹം ഒരിക്കൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വീണ്ടും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നത് അതൊരു രാഷ്ട്രീയമായ അനൗചിത്യമാണ്. വ്യക്തമാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അങ്ങയുടെ പ്രതികരണം. സജി ചെറിയാൻ ഒരു തവണ ഈ വിഷയത്തിൽ രാജിവെച്ചതാണ്. അതിനുശേഷം കോടതിയിൽ നിന്ന് വന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെത്തിയ സജി ചെറിയാൻ ഇനിയിപ്പോൾ ഹൈക്കോടതി ഉത്തരവനുസരിച്ചുകൊണ്ടുള്ള പുതിയ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ CPIM എടുത്തിരിക്കുന്ന തീരുമാനം. പരാതി